ഹലോ ഗായ്സ്, നമുക്കിന്ന് അമ്പായങ്ങ അച്ചാറിട്ടാലോ? അതിനു വേണ്ടി ആദ്യം തന്നെ നമുക്ക് അമ്പായങ്ങ പറിക്കാം. ഇതാണ് കേട്ടോ അമ്പായങ്ങ മരം. ഇതിലാകെ കുറച്ച് അമ്പായങ്ങ മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഓരോ അമ്പായങ്ങയും പെറുക്കി ചട്ടിയിലിടാം. ഇത്ര അമ്പായങ്ങയെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഇനി നമുക്കിത് നന്നായി കഴുകിയെടുക്കാം. ഇനി ഒരു പാനിലേക്ക് എള്ളെണ്ണ ഒഴിക്കാം. എള്ളെണ്ണ ചൂടായി വരുമ്പോൾ അമ്പായങ്ങ ഇടാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. അമ്പായങ്ങ നന്നായി ഇളക്കാം. ഒരു ഗോൾഡിഷ് കളറാകുമ്പോൾ ഓരോന്നോരോന്നായി മാറ്റി വെക്കാം. ഈ അച്ചാർ തിന്നാൽ തിന്നുകൊണ്ടേയിരിക്കും, അത്രക്കും ടേസ്റ്റാണ്. ഇനി അതേ ചട്ടിയിൽ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇതൊരു ബ്രൗണിഷ് കളറാകുമ്പോൾ നമുക്കിതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഇട്ടാൽ മതി. ഇനി നമുക്കിതിൽ അച്ചാർ പൊടി ഇടാം. ഇപ്പം നല്ല മണം വരുന്നുണ്ട് ഗായ്സ്. ഇത് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഇളക്കാം. ഇനി നമ്മൾ മാറ്റി വെച്ച അമ്പായങ്ങ ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഇളക്കണം. ഇപ്പോൾ ഗായ്സ് ഇതിലേക്ക് നമുക്ക് ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വിനെഗർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഗായ്സ് നമ്മുടെ അച്ചാർ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. അപ്പോൾ ഗായ്സ് നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ അച്ചാർ ഉണ്ടെങ്കിൽ ഒരു ചെമ്പ് നിറയെ ചോറ് കഴിക്കാം, അത്രക്കും ടേസ്റ്റാണ്. മസ്റ്റ് ട്രൈ ഐറ്റമാണ്. എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണേ. ഇനി നമുക്കിതൊരു കുപ്പിയിലേക്ക് മാറ്റാം. അപ്പോൾ ഗായ്സ് നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.